കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ടിരിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന്, അതായത് കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണേശനെ തൊഴുത് പ്രാർത്ഥിച്ച് വരാം. അങ്ങനെ വരുമ്പോൾ നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ അധികം തിരക്ക് എന്നൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യമുള്ള തിരക്ക്. ഇന്നും ഒരു 1:45 നട തുറന്ന്, അതായത് വൈകുന്നേരം ഇപ്പോൾ 1:45 മുൻവശത്തെ കൊടിമരത്തിൻ്റെ അവിടെ തുറന്ന് ഭക്തജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. കാരണം വരി കഴിഞ്ഞപ്പോൾ അങ്ങനെ. പിന്നെ ഇപ്പോൾ ഇന്ന് എന്താ പറയുക, കേരള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ സാറ് ഒക്കെ വന്ന് ദർശനത്തിൻ്റെ ആ ഒരു ഇതിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കാനായിട്ട് പോവാം. അപ്പോൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ തന്നെ അകത്തേക്ക് നോക്കുക. അകത്തേക്ക് നോക്കിയാൽ കാണുന്നത് ആ ഭഗവാന്റെ നെയ്വിളക്കിലെ, സ്വർണ്ണവിളക്കിലെ ആ ഒരു പ്രകാശധാരയാണ്. അത് നമ്മളിലേക്ക് എത്തും. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് ഉള്ള സമയം കൊണ്ട് ഇടതുവശത്തേക്ക് നോക്കിയിട്ട് ആ പീഠം കാണാം. മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയ ആ പീഠം നോക്കി തൊഴാം. പിന്നീട് വലതുവശത്തുള്ള തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? 2 കാൽപാദങ്ങളിങ്ങനെ ഒരു കാലിൻ്റെ മേലെ ഒരു കാലായിട്ട് ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് കാണാനുണ്ട്. കാൽവളകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ ആ ചുവന്ന പട്ടുകോണകം അതൊക്കെ എടുത്തത്, പട്ടൊക്കെ ഇങ്ങനെ ചുറ്റി ഞെറിഞ്ഞെടുത്ത്, മഞ്ഞപ്പട്ടൊക്കെ ഞെറിഞ്ഞെടുത്ത് ഇങ്ങനെ കാണാനുണ്ട്. അരയിൽ അരമണിയൊക്കെ ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. 2 കൈകളും കൈവളകൾ കാണാനുണ്ട്. കൈകളിൽ പൊന്നോടക്കുഴൽ വെച്ചിട്ട് വിളിച്ച് നിൽക്കുകയാണ്. മുരളീധരനാണ് കേട്ടോ. വേണുഗോപാല സ്വരൂപത്തിലാണ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ തിരുദർശനം. അത് വളരെ മനോഹരമായുള്ള ഒരു കാഴ്ചയാണ്. ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. അതേപോലെ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരി. നല്ല ആ ഒരു അലങ്കാരമാണ് കൊച്ചോദിക്കൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കി വരുമ്പോൾ ഒരു പൊന്നിൻ്റെ ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്, തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. ഇന്ന് മൊത്തത്തിൽ മഞ്ഞ കളഭത്തിൻ്റെ ആ ഒരു കളറും പിന്നെ വെളുത്ത പൂവ് കൊണ്ടുള്ള വലിയ ഉണ്ടമാല, അതാണ് വെളുത്ത പൂവിനാണ് ഏറ്റവും പ്രസക്തി ഇന്ന്. അതേപോലെ കുറച്ച് വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഉണ്ടമാലയും, അങ്ങനെ 2 ഉണ്ടമാലകൾ. മുകളിൽ തിരുമുടിമാലയും 2 അത് തുളസിയും വെളുത്ത പൂവ് അതേപോലെ തന്നെ. തെച്ചിയും താമരയൊന്നും കാണാനില്ല. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. എല്ലാവരും ആ ശ്രീലകത്തേക്ക്, നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് സങ്കല്പിക്കുക. എന്നെ ഇപ്പോൾ കേൾക്കുന്നത്, ഈ സമയത്ത് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആളുകളൊക്കെ ആ ഭഗവാന്റെ തിരുനടയിൽ നിന്ന് ഭഗവാനെ ദർശിക്കുകയാണ്. ആ വേണുഗോപാല സ്വരൂപം, മുരളീധര സ്വരൂപത്തെ കണ്ട് തൊഴുകയാണ് എന്ന് സങ്കല്പിച്ചോളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ്. പതുക്കെ ഇറങ്ങുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴാം. അങ്ങനെ കാരണം എന്താ വെച്ചാൽ തിടപ്പള്ളി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതും ഏറ്റവും പ്രസക്തമായ സ്ഥലമാണ്, ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെയായ സ്ഥലം. അപ്പോൾ നമുക്കവിടെ നോക്കിയിട്ട് ഒന്ന് ദർശിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ചുമരിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് നിന്ന് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. മ്യൂറൽ പെയിൻറ്റിങ് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ സപ്തമാതാക്കളെയൊക്കെ ദർശിച്ച് വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. എല്ലാവരും തൊഴുതോളൂ. നല്ല ഒരു കാഴ്ചയാണ്. തുമ്പിക്കൈയിൽ പഴം വെച്ച മാതിരിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് കാണാനുള്ളത്.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെ നോക്കി തൊഴാം. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് തൊഴുതോളൂ. അവിടെ നിന്നൊരു വെളുത്ത പൂവും വേറൊരു കളറ് പൂവും കൂടിയുള്ള ഒരു മാലയാണ് ധരിച്ചിട്ടുള്ളത് ആ ഫോട്ടോൻ്റെ മുകളിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു പ്രാർത്ഥിച്ചു നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിനെ ഒന്ന് തൊട്ട് തലോടിയിട്ട് വരാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം മേൽശാന്തി ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊച്ചോദിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വാമനാവതാരം കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അവതാരം കാണാം. പിന്നെ ഗരുഡൻ്റെ മുകളിലുള്ള വിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴുക. അവിടെ നിറയെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. തുളസിക്കാണ് പ്രാധാന്യം. പിന്നെ ലക്ഷ്മി വിളക്കിന് നിറയെ നെയ്യ് തിരിയിട്ടിട്ട് കത്തിച്ചിട്ടുണ്ട്. നല്ല പ്രകാശം ഒക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചോളൂ. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ മുരുകനെ കാണാം. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരികയാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് ഒരു വെറ്റിലമാല മാത്രമേ ഉള്ളൂ. കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുതു. അങ്ങനെ വരുമ്പോൾ ആ ഓവിൻ്റെ അവിടെ നിന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പുറകുവശത്തും അതേപോലെ ഓവിൻ്റെ അവിടേക്ക് നിന്ന് സുഖമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഒന്ന് പടിഞ്ഞാട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നേരെ വരുമ്പോൾ ആ ഗ്രില്ലിൻ്റെ അവിടെ കിഴക്ക് വശത്തായിട്ട് ഗ്രില്ലിൻ്റെ അവിടെ ഗ്രില്ല് കടന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. പിന്നെ നൃത്താറയിലേക്ക് നോക്കിയാൽ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. അപ്പോൾ അവിടെ കണ്ട് തൊഴുക. നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മുടെ പൊന്നുണ്ണിയെ കാണുന്നത് ആ രൂപത്തിൽ നമ്മളെ മനസ്സിൽ ദർശനം തരുന്ന ആ എന്താ പറയുക, ഭക്തരിൽ ദാസനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ, ആ ഉണ്ണിക്കണ്ണൻ നമുക്ക് ദർശനം നൽകും. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുത് വീണ്ടും നമ്മൾ പുറത്ത് ഇങ്ങനെ വരുമ്പോൾ ആ കുറൂരമ്മേനെയും ആ നാരദരെയും അതേപോലെ ആ കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും അതേപോലെ വസുദേവരെയും അനന്തൻ്റെ കുടയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ വസുദേവരുടെ ആ ഒരു വിഗ്രഹം കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി പോരാം. അങ്ങനെ വരുമ്പോൾ ആ ഇടത്തരികത്ത് കാവിലെ ഭഗവതീനെ കണ്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് കൗണ്ടിങ്ങൊക്കെ ഉണ്ടായ കാരണം അവിടത്തേക്ക് ഭണ്ഡാരത്തിലേക്ക് കാശൊക്കെ എടുത്തു ഒക്കെ കൗണ്ടിങ്ങിന് പോയി. അപ്പോൾ അവിടെയൊക്കെ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് തൊഴാം. അപ്പോൾ ഭഗവതീനെ കണ്ടു തൊഴുതോളൂ. എന്താ ഒരു രസം എന്നറിയോ? നല്ല രസമായിട്ടുള്ള ആ രൂപത്തിലാണ്. 2 നെക്ലസ് മാലയൊക്കെ സ്വർണത്തിൻ്റെയൊക്കെ ചാർത്തിയിട്ട് നല്ല വലിയ പൊട്ടൊക്കെ തൊട്ട് കണ്ണെഴുതിയിട്ട് ഇങ്ങനെ നല്ല മനോഹരമായ രൂപത്തിലാണ് ഭഗവതി ഭക്തരെ കാത്തിരിക്കുന്നത് അമ്മ. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ അങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാലൊന്ന് തിരിഞ്ഞു നിന്നാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക. വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. മമ്മിയൂരപ്പൻ അമ്പലത്തിൽ പോകുന്ന പോലെ നമ്മൾ അവിടെ ചെന്നു എന്നുള്ള സങ്കല്പത്തിൽ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക.
മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ മമ്മിയൂരപ്പൻ്റെ കൃപ നമ്മളിലേക്ക് എത്തും, അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മുരളീധര സ്വരൂപം കണ്ടു തൊഴാം. അവിടെ നിന്ന് നമസ്കരിച്ച് പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിലേക്ക് വരികയാണ്. കൂത്തമ്പലത്തിൽ വന്നാൽ അവിടെയും കിടാവിളക്ക് ഇങ്ങനെ കാണാം. ആ വേദപാരായണം നടത്തുന്നതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായ കൂത്തമ്പലത്തിൽ നമ്മൾ തൊഴുതു. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരികയാണ്. അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴുതോളൂ, എല്ലാവരും കണ്ടു തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെ കണ്ടു തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിൽ വന്ന ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും കാണാം, അവിടെ കണ്ടു തൊഴാം. പിന്നീട് ഒന്ന് പുറകിലേക്ക് ഇറങ്ങി നിന്ന് നോക്കിയാൽ പടിഞ്ഞാറേ നടയിലേക്ക് ഇങ്ങോട്ട് കുറച്ചും കൂടി കയറി നിന്ന് നോക്കിയാൽ ആ കൊടിമരത്തിലെ ഉള്ള ഗരുഡധ്വജനെ കാണാം. അപ്പോൾ കണ്ട് തൊഴുതോളൂ. അപ്പോൾ നമ്മളിന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഭഗവാന്റെ മുന്നിലാണ് എന്ന് സങ്കല്പിച്ചാൽ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരം കണ്ടു തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഇനി വൈശാഖമാസമൊക്കെ വരികയാണ്. അപ്പോൾ ആ വൈശാഖമാസത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റട്ടെ, ഗുരുവായൂരപ്പൻ്റെ ദർശനം സിദ്ധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പാ ശരണം.